ഏബ്രഹാം മോർ ക്ലീമീസ് വലിയ മെത്രാപ്പൊലീത്തയുടെ 10ാം ശ്രാദ്ധ പെരുന്നാളിന് സമാപനമായി. ചിങ്ങവനം സെന്റ് ജോൺ സേറ പള്ളിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ MP ഉദ്ഘാടനം ചെയ്തു. കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലീത്ത ഏബ്രഹാം മോർ ക്ലീമീസിന്റെ 10ാം ശ്രാദ്ധ പെരുന്നാളിന് സമാപനമായി. ഇന്നലെ വൈകിട്ട് ചിങ്ങവനം സെന്റ് ജോൺസ് ദേറ പള്ളിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സാമൂഹ്യ രംഗത്ത് അതിന്റെ വലിപ്പത്തേക്കാൾ അധികമായ സ്വാധീനം ചെലുത്താൻ ഈ സമൂഹത്തിന് കഴിയുന്നു. അതിന്റെ വലിപ്പത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയ രംഗത്ത് സ്വാധീനം ചെലുത്താൻ ഈ സമൂഹത്തിന് കഴിയുന്നു. അതുപോലെ തന്നെ 2 വർഷങ്ങൾ 1600 പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ സഭ ആ പാരമ്പര്യങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ഉറച്ചു നിൽക്കും. അത് വലിയ കാര്യമാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് കാലം മാറുമ്പോൾ കോലം മാറണം എന്ന് പറയും. ഈ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ മുറുകെ പിടിച്ച വിശ്വാസം ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചപ്പോൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസം അത് എന്ത് പ്രലോഭനമുണ്ടായാലും എന്ത് വെല്ലുവിളി ഉണ്ടായാലും അതിൽ ഉറച്ചു നിൽക്കും എന്ന് കണ്ടോ വളരെ യുണീക്കായി അത് ഉറച്ചു നിൽക്കുന്ന സമുദായമാണ് ജ്ഞാനായ സമുദായം. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്മരണിക പ്രകാശനം നടത്തി. ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ തിരുമേനി എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് വളരെ സഹായകരമാകുന്നുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. എന്റെ സ്വന്തം അനുഭവത്തിന് ചെപ്പ് തുറന്നാൽ 1000 കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. പക്ഷേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അതിലേക്കൊന്നും കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നതേയില്ല. അഭിയോഗ്യ തിരുമേനിമാർ, നമ്മുടെ പ്രിയപ്പെട്ട പിമാർ അടക്കമുള്ള വിശിഷ്ട അതിഥികളുടെ ഒരു സമൂഹം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ദീർഘമായി സംസാരിച്ചു പോകുന്നത് ശരിയല്ല എന്ന് എനിക്കറിയുകയും ചെയ്യാം. നമ്മുടെ ജനവിശ്വാസം നിലനിർത്താൻ പരമ്പരാഗതമായ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകുമ്പോൾ ആ പാരമ്പര്യത്തിൽ ഒരിക്കലും മാലിന്യം കലരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കാൻ അതിലൊക്കെ തിരുമേനിയുടെ അതിശ്രേഷ്ഠമായ നേതൃത്വം ഈ സമൂഹം പൂർണ്ണമായി അംഗീകരിക്കുന്നതാണ്. കുര്യാക്കോസ് മോർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. എന്ത് കണ്ടു എന്നുള്ളതല്ല, എന്ത് അനുഭവിച്ചു എന്നുള്ളതാണ് എനിക്കുള്ളതായ സംതൃപ്തിയുടെ അനുഭവം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ ഇന്ന് ഈ സമുദായത്തിൽ എന്തൊക്കെയായിരുന്നു അതൊക്കെ അദ്ദേഹത്തിന്റെ വലിയ സ്നേഹത്തിൽ ലഭിച്ചതാണ്. അങ്ങനെ പല അവസരങ്ങളിൽ പുറത്തിറങ്ങി പ്രവർത്തിക്കുവാനായിട്ട് അദ്ദേഹം അവസരം തന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രശോഭിതനായി നിൽക്കുന്ന ആ അഭിമന്യ തിരുമേനി ജ്ഞാനായ സമുദായത്തിന്റെ വേലിക്കെട്ടിൽ ഒതുങ്ങി നിന്നവനല്ല. നമുക്കറിയാം, അദ്ദേഹം പട്ടണത്തെപ്പോൾ 33 വയസ്സേ ഉള്ളൂ. ഇന്നിവിടെ ഇരിക്കുന്ന 33 വയസ്സുള്ള ഒരാളെ എഴുന്നേറ്റ് നിർത്തിയിട്ട് ക്ലീമീസ് തിരുമേനി ചെയ്തതൊക്കെ പറഞ്ഞാൽ അന്ന് 33 വയസ്സിലുള്ള ഒരാൾക്ക് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? ബിഷപ്പ് ഡോക്ടർ സാം മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു മെത്രാപ്പൊലീത്തയായിട്ടാണ് അഭിമന്യ ക്ലീമീസ് തിരുമേനിയെ ഞാൻ കാണുന്നത്, ഓർക്കുന്നത്. ജ്ഞാനായ സമുദായത്തിന് ശക്തി പകരുകയും ആ സമുദായത്തെ അതിന്റെ കെട്ടുറപ്പിൽ നിർത്തുകയും ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന ഒരു സമൂഹമായി അതിനെ വളർത്തിയെടുക്കുകയും ചെയ്യുവാൻ അഭിമന്യ
ക്ലിമ്മീസ് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ കാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തോട് വളരെ അടുത്ത് സ്നേഹം പങ്കിടുവാനായിട്ടുള്ള അവസരം ബലഹീനനായി എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ സന്തോഷത്തോടുകൂടെ ഓർക്കുന്നു. ഒരു ആത്മബന്ധം, സ്നേഹബന്ധത്തെക്കാൾ ഉപരിയായി ഒരു ആത്മബന്ധം അഭിമന്യ തിരുമേനിയുമായിട്ട് വെച്ച് പുലർത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അദ്ദേഹം നൽകിയ ഉപദേശങ്ങളും അദ്ദേഹം നൽകിയതായിട്ടുള്ള ആലോചനകളും ഒരിക്കലും മറക്കാൻ ആകുന്നതല്ല. ആർച്ച് ബിഷപ്പ് ഫൈവോ മാർ സിൽവാനോസ്, കുര്യാക്കോസ് മോർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത, ആന്റോ ആന്റണി എം പി, ജോസ് കെ മാണി എം പി തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓരോ ദിവസവും ഓരോ വർഷവും ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് നടന്നു വരികയാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എത്രമാത്രം അദ്ദേഹം ജനഹൃദയങ്ങളിൽ ചെന്നെത്തിയിരുന്നു എന്നതാണ് തെളിയിക്കുന്നത്. ഈ അനുസ്മരണ യോഗം കൂടുമ്പോൾ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത, മാഞ്ഞുപോക്കുവാൻ കഴിയാത്ത, ഇവിടെ തിരുമേനി ഉള്ളപ്പോഴൊക്കെ അരമനയിൽ വരാനും തിരുമേനിയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാനും ഒക്കെയുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. തിരുമേനി ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു ഓർമ്മയായി നിൽക്കുകയാണ്. പക്ഷെ തിരുമേനിയുടെ അദൃശ്യമായ സാന്നിധ്യം, ശക്തമായ സാന്നിധ്യം ഈ സമൂഹത്തിൽ മാത്രമല്ല, ഇന്ന് കേരളീയ സമൂഹത്തിന്റെ എല്ലാ മനസ്സിലിന്നും നിറഞ്ഞു നിൽക്കുകയും ഓരോ സമൂഹത്തിലും ഓരോ കാലഘട്ടത്തിൽ പ്രതിപാദകന്മാരായിട്ടുള്ള, ദീർഘവീക്ഷണമുള്ള പ്രവാചകന്മാരായിട്ടുള്ള ആളുകളുടെ ജന്മം ഉണ്ടാകാറുണ്ട്. വൈകിട്ട് കബറിങ്കലിൽ നടന്ന ധൂപപ്രാർത്ഥനയ്ക്ക് മെത്രാപ്പൊലീത്തമാർ കാർമ്മികത്വം വഹിച്ചു. പത്താം ശ്രാദ്ധ പെരുന്നാളിന് വിവിധ ദേശങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് ചിങ്ങവനം ദേറായിലെത്തിയത്.